Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never before. ഉടുപ്പിടലിൽ അന്ന് അവിടുത്തെ വികാരിച്ചെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ ഉടുപ്പിന്റെ നിലവാരത്തിലേക്ക് വരാൻ ശ്രമിക്കുക, അല്ലാതെ എന്റെ നിലവാരത്തിലേക്ക് ഉടുപ്പിനെ കൊണ്ടുവരരുത്. മനുഷ്യനെ അറിയുന്ന നല്ലൊരു അച്ഛനാവുക. ഈശോയിലുണ്ടായ കരുണയും സ്നേഹവും നിന്നിൽ ഉണ്ടാകണം. ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഈശോയുടെ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കിക്കാണാനുള്ള ആ ഒരു ഉപദേശവും ഞാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കേട്ടു. മനുഷ്യപ്പറ്റുള്ള വൈദികനാവുന്നു. കരുണയുള്ളവനായിരിക്കാം. ഒരു വൈദിക വൃത്തിക്ക് ചേർന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഏറ്റവും കൂടുതൽ അച്ഛന്മാരാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും കൂട്ടുകാരെല്ലാവരും തന്നൊരു ഉപദേശം. ഈശോയെ കൊടുക്കുവാൻ അവസരം കിട്ടുവാണെങ്കിൽ അത് വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി കൊടുക്കണം. ആൾക്കാര് നോക്കിക്കാണുന്നതിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആര് കണ്ടാലും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും. പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും. അത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ ഇട്ടേക്കണ വസ്ത്രത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. അത് എന്നെ ഞാൻ ആരാണെന്ന് ഒന്നുകൂടി ചിന്തിപ്പിക്കാനും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കാനും ഇടയാക്കാറുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നത് പോലെ ഇനി പ്രാർത്ഥിക്കാനുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു ചിന്ത. പ്രാർത്ഥനയുടെ ഒരു ജീവിതമാക്കണമെന്ന് വീണ്ടും തോന്നിയായിരുന്നു ഉടുപ്പിട്ടതിന് ശേഷവും. പ്രാർത്ഥന ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇത്തിരി കൂടി വിശുദ്ധരായിട്ട് ഇത്തിരി നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ആധികാരികത വന്നതുപോലെ ഒരു ഫീൽ ഉണ്ട്. എന്ന് പറയുമ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ അത് വൃത്തിയായിട്ടും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാനുള്ളൊരു മനോഭാവം വന്നിട്ടുണ്ട്. ഈശോയോട് കുറച്ചുകൂടി കൂടുതൽ സമയം ചെലവഴിക്കാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു. കാരണം കൂടുതൽ വിശുദ്ധിയോടും അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉടുപ്പിട്ട് പുറത്ത് നടക്കുമ്പോൾ ആളുകളൊക്കെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അത് കാണുമ്പോൾ എന്നേക്കാളപ്പുറം പൗരോഹിത്യത്തെയാണ് അവരെയൊക്കെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തെ കുറെ കൂടി സ്നേഹിക്കാനും ആഴത്തിൽ ബഹുമാനിക്കാനുള്ളൊരു ആഗ്രഹം.